ചർച്ചകൾക്കും ആശങ്കകൾക്കും വിരാമമിട്ടുകൊണ്ട് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. BJP മുഖ്യമന്ത്രിയായിരുന്ന ബീരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി ഉണ്ടായിരിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നേതൃത്വം പരമാവധി ശ്രമിച്ചുവെങ്കിലും ഒരു പേരിലേക്കെത്താൻ സാധിച്ചിരുന്നില്ല എന്നതാണ് തോൽവിയിൽ മുട്ടുമടക്കിക്കൊണ്ട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സഭയിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം സമർപ്പിക്കാനിരിക്കവെയായിരുന്നു ബീരേൻ സിംഗിന്റെ രാജി വന്നത്. കലാപം തുടങ്ങി 2 വർഷത്തിന് ശേഷമായിട്ടും മുഖ്യമന്ത്രി ഒരു പൂർണ്ണ പരാജയമായതുകൊണ്ട് കാര്യങ്ങൾ രാജിയിലേക്ക് എത്തുകയായിരുന്നു. ഒരുപക്ഷെ ഈ രാജ്യത്തിന് മുന്നിൽ BJPയെ കൊണ്ട് ഒരു സംസ്ഥാനം പോലും നേരെ ചൊവ്വെ നോക്കി നടത്താൻ കഴിയില്ല എന്ന സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. രാജിക്കത്ത് ഗവർണർ അജയ് ഭല്ലയ്ക്ക് കൈമാറിയതിനു മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു രാജി നടത്തിയത്. നേരത്തെ കോൺറാഡ് സിംഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ബീരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. കലാപം നടക്കുന്ന സംസ്ഥാനത്തെ ക്രമസമാധാനം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടിയുണ്ടായത്. എന്നാൽ NPPയുടെ പിന്തുണ പിൻവലിച്ചത് സർക്കാരിനെ ബാധിക്കുമായിരുന്നില്ല. 7 MLAമാരാണ് NPPക്കുള്ളത്. 37 BJP MLAമാരുടെ പിന്തുണയും നാഗ പീപ്പിൾസ് ഫ്രണ്ടിന്റെ 5 MLAമാരും 3 സ്വതന്ത്രരുടെ പിന്തുണയും ബീരേൻ സിംഗ് സർക്കാരിനുണ്ടായിരുന്നു. എന്നാൽ 12ഓളം MLAമാർ നേതൃത്വ മാറ്റത്തിനായി മുന്നോട്ട് വന്നത് സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമാവുകയായിരുന്നു. സ്പീക്കറും മുഖ്യമന്ത്രിയും തമ്മിൽ ഭിന്നതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു. വിശ്വാസ വോട്ടെടുപ്പിന്റെ സാഹചര്യത്തിൽ ഈ MLAമാർ പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിച്ചാൽ സർക്കാർ പ്രതിസന്ധിയിലാകുമായിരുന്നു. ഡൽഹി തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പാർട്ടി തിളങ്ങി നിൽക്കവേ മണിപ്പൂരിൽ അവിശ്വാസ പ്രമേയം പാസ്സായാൽ അത് തിരിച്ചടിയാകുമെന്ന് കണ്ടുകൊണ്ടാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പൊടുന്നനെയുള്ള തീരുമാനം വന്നത്. അതേസമയം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മണിപ്പൂരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മണിപ്പൂരിലെ CRPF ക്യാമ്പിൽ പ്രവർത്തകരെ വെടിവെച്ചു കൊന്ന് സ്വയം ജീവനൊടുക്കിയ ജവാൻ എന്ന വാർത്തയും ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നിയമസഭ താൽക്കാലികമായി മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്നതിനാൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് എപ്പോൾ വേണമെങ്കിലും പുതിയ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും അധികാരമേൽക്കാം. എന്നാൽ രാഷ്ട്രപതി ഭരണത്തിന്റെ കാലയളവിൽ MLAമാർക്കിടയിൽ സമവായമുണ്ടായി പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നത് BJPക്ക് വലിയ വെല്ലുവിളിയാണ്. ബീരേൻ സിംഗിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യവും മണിപ്പൂരിലെ വംശീയ കലാപത്തിലും കൂട്ടക്കൊലയിലും മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം സുപ്രീം കോടതിയിൽ അനിശ്ചിതമായി തെളിയിക്കപ്പെടുമെന്ന വസ്തുതയുമാണ് രാജിക്ക് നിർബന്ധിതമാക്കിയത്. അങ്ങനെ ഒരു കഴിവുകെട്ട സർക്കാരിന്റെ കഴിവുകെട്ട മന്ത്രിയുടെ പേരിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഒരു സംസ്ഥാനം അശാന്തിയുടെ ലോകത്തേക്കും തള്ളപ്പെട്ടിരിക്കുകയാണ്.